അധ്യായം 31-32 പരിശോധന. ചിത്രങ്ങൾ കണ്ടുകഴിഞ്ഞ് വന്ധ്യദേവൻ താനിപ്പോൾ പെട്ടിരിക്കുന്ന വലിയ അപകടത്തെപ്പറ്റി വേവലാതിപ്പെട്ടു. ചെറിയ പഴുവേറ്റരയർക്ക് തൻ്റെ പേരിലൊരു സംശയമുണ്ട്. വലിയ ആൾ വന്നാൽ മുദ്രമോതിരത്തിൻ്റെ കാര്യം പുറത്താകും. മിക്കവാറും തൻ്റെ യാത്ര തഞ്ചാവൂർ കോട്ടയിലുള്ള പാതാള കാരാഗൃഹത്തിൽ അവസാനിക്കും. അവിടെ ഒരിക്കൽ പ്രവേശിച്ചാൽ പുറത്തു വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് കേൾവി. അതിനിടെ താൻ ഉടുത്തിരുന്ന പഴയ വസ്ത്രം എന്തായി എന്ന് അവൻ ഓർത്തു. തൻ്റെ കൈവശമുള്ള സാധനങ്ങൾ പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ് തനിക്ക് പുതിയ വസ്ത്രങ്ങൾ തന്നത് എന്ന കാര്യം അവൻ്റെ തലയിലോടി. തൻ്റെ കൂടെ 2-3 പേരെ എപ്പോഴും ഒപ്പം അയക്കുന്നതും ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണെന്നതും അവന് മനസ്സിലായി. അവൻ ഇനി പഴവൂർ റാണിയെ പോലും കാണണ്ട. എങ്ങനെയെങ്കിലും കളഞ്ഞുപോയ ഓല കൈവശമാക്കി രക്ഷപ്പെട്ടാൽ മതി, അതും വലിയ പഴുവേറ്റരയർ വരുന്നതിനു മുമ്പ്. വന്ധ്യദേവൻ ചിത്രമണ്ഡപത്തിൽ നിന്നും പുറത്തിറങ്ങി നോക്കി. ദൂരെ ചെറിയ പഴുവേറ്റരയരും പരിവാരങ്ങളും കുതിരമേൽ വരുന്നത് കണ്ടു. ഇതാണ് സമയം, കടുകിട തെറ്റിക്കൂടാ. അവനെ കണ്ടതും അവൻ്റെ കൂടെ വന്ന് പുറത്ത് കാത്തിരുന്ന 3 പേരും എഴുന്നേറ്റ് നിന്നു. ചേട്ടന്മാരെ, ഞാൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം എവിടെ? ആ മുഷിഞ്ഞ തുണികളൊക്കെ നിനക്കെന്തിനാ? യജമാനൻ പുതിയ പട്ടുവസ്ത്രങ്ങൾ തന്നില്ലേ? എനിക്ക് പുതിയതൊന്നും ആവശ്യമില്ല, എൻ്റെ പഴയ വസ്ത്രങ്ങൾ തിരിച്ചു തന്നാൽ മതി. അതൊക്കെ അലക്കാൻ കൊടുത്തു, അലക്ക് കഴിഞ്ഞ് കൊണ്ടുവരുമ്പോൾ തരാം, വന്ധ്യദേവൻ ഉറക്കെ പറഞ്ഞു. നിങ്ങളെല്ലാം കള്ളന്മാരാണ്. പഴയ വസ്ത്രത്തിൽ ഞാൻ കുറച്ചു പണം വെച്ചിരുന്നു, അതെടുക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ. വേഗം എൻ്റെ വസ്ത്രങ്ങൾ കൊണ്ടുവരൂ, അവൻ പറഞ്ഞു. തന്നില്ലെങ്കിൽ നീ എന്തു ചെയ്യും? ഒരുവൻ ചോദിച്ചു. ഞാൻ ദളപതിയുടെ അടുത്ത് പരാതി പറയും. വന്ധ്യദേവൻ താഴെയുള്ള ചവിട്ടുപടി ഇറങ്ങാൻ ശ്രമിക്കവേ 3 പേരിൽ ഒരാൾ അവനെ തടുക്കാൻ ശ്രമിച്ചു. അടുത്ത നിമിഷം അവൻ്റെ മൂക്കിൽ വന്ധ്യദേവന്റെ മുഷ്ടി ഇറങ്ങി. രണ്ടാമത്തെയാൾ മൽപിടുത്തത്തിന് വരുന്നത് കണ്ട് വന്ധ്യദേവൻ അവൻ്റെ കൈകൾ അമർത്തിപ്പിടിച്ച് അവൻ്റെ വയറ്റിൽ കാലുകൊണ്ട് തൊഴിച്ചു. ഓടി വന്ന 3-ാമൻ്റെ കാൽമുട്ട് ലക്ഷ്യമാക്കി ചവിട്ടിയപ്പോൾ അവനും മറിഞ്ഞു വീണു. വീണുപോയ 3 പേരും എണീറ്റ് അവനെ സമീപിക്കുമ്പോൾ ചെറിയ പഴുവേറ്റരയർ അവിടെ എത്തി. എന്താ ഇവിടെ നടക്കുന്നത്? അദ്ദേഹം ചോദിച്ചു. ചെറിയ പഴുവേറ്റരയരെ കണ്ടതും വന്ധ്യദേവൻ വഴക്ക് നിർത്തി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അവനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന 3 പേരെയും വലിച്ചുകൊണ്ടാണ് ചെന്നത്. ദളപതി, വിരുന്നുകാരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഇവർ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചില സാധനങ്ങൾ മോഷ്ടിച്ച് എന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ താങ്കളുടെയും ചക്രവർത്തിയുടെയും അതിഥിയാണ്. ഇത്തരം കള്ളന്മാർ താങ്കളുടെ പടയിൽ എങ്ങനെ വന്ന് കയറി? വന്ധ്യദേവൻ ദേഷ്യം ഭാവിച്ചു പറഞ്ഞു. 3 പേരെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്തിയ അവൻ്റെ സാഹസികത ദളപതിക്ക് ഇഷ്ടപ്പെട്ടു. ഇവനെ തൻ്റെ സൈന്യത്തിൽ ചേർക്കണമെന്നുള്ള വിചാരം ശക്തിപ്പെട്ടു. അതുകൊണ്ട് ശാന്തനായി പറഞ്ഞു, നിൽക്ക്, ഞാൻ അവരോട് ചോദിക്കട്ടെ. 3 പേരും നടന്നതെല്ലാം പറഞ്ഞു. ഈ ചെറിയ പയ്യൻ്റെ അടുത്താണോ നിങ്ങൾ 3 പേരും തോറ്റത്? അദ്ദേഹം ദേഷ്യത്തോടെ ചോദിച്ചു. വിരുന്നുകാരനാണെന്ന് വിചാരിച്ചു വിട്ടതാ ദളപതി. അനുവാദം തന്നാൽ, അവർ പറഞ്ഞു. അവർക്ക് അനുവാദം കൊടുക്കൂ ദളപതി. അതിഥികളോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ 3 പേരെയും പഠിപ്പിക്കാം. വന്ധ്യദേവൻ തയ്യാറായി. അനിയ, നിന്റെ ബാഹുബലം ചോളരുടെ ശത്രുക്കളുടെ മേൽ കാണിക്കൂ എന്ന് പറഞ്ഞ് പഴുവേറ്റരയർ ചോദിച്ചു. ഇവൻ്റെ പഴയ വസ്ത്രങ്ങളെല്ലാം എന്തു ചെയ്തു? 3 ഒരുവൻ പറഞ്ഞു. അങ്ങ് പറഞ്ഞ പ്രകാരം ഭദ്രമായി വെച്ചിട്ടുണ്ട്. ദളപതി നുണ, വന്ധ്യദേവൻ പറഞ്ഞു. എന്നോട് തുണി അലക്കാൻ കൊടുത്തു എന്നാണ് പറഞ്ഞത്. നീ എന്തിനാ വിഷമിക്കുന്നത്? ഇതിൽ വിലപിടിപ്പുള്ള വല്ലതും ഉണ്ടായിരുന്നോ? ദളപതി ചോദിച്ചു. അതിൽ വഴിച്ചിലവിന് കുറച്ച് തങ്കനാണയങ്ങൾ വെച്ചിരുന്നു. നീ വിഷമിക്കേണ്ട, എത്ര പൊന്നു വേണമെങ്കിലും ഞാൻ തരാം. അപ്പോൾ വന്ധ്യദേവൻ പറഞ്ഞു. ഞാൻ ആദിത്യ കരികാല രാജകുമാരൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവനാണ്. മറ്റുള്ളവരോട് കൈനീട്ടി ഞാൻ പണം വാങ്ങില്ല. ശരി, നിന്റെ പണം തന്നെ ഞാൻ തിരിച്ചു തരാൻ ഏർപ്പാടാക്കാം. വേറെ വല്ലതും വില പിടിച്ചതായി ഉണ്ടായിരുന്നോ? അദ്ദേഹം ചോദിച്ചു. വന്ധ്യദേവൻ കാര്യം മോഹിച്ചു. വേറെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു. അതെങ്ങാനും കാണാതെ പോയാൽ ഞാൻ ഇവരെ വെറുതെ വിടില്ല. നീ ആരോടാണ് സംസാരിക്കുന്നത് എന്നറിയാമോ? ഈ കോട്ടയ്ക്കകത്ത് ഞാൻ അറിയാതെ ഒന്നും നടക്കില്ല. എന്തായിരുന്നു അത്? എന്നോട് പറയൂ. അതെൻ്റെ സ്വന്തം വിഷയമാണ് ദളപതി. രാജകുമാരൻ വ്യക്തിപരമായി ഏൽപ്പിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് താങ്കളോട് പറയാൻ പറ്റാത്തത്. രാജകുമാരൻ്റെ അധികാരം പാലാറിന് വടക്കാണ്. ഇവിടെ എൻ്റെ അധികാരമാണ്. ഞാൻ ചെയ്യുന്നതെല്ലാം ചക്രവർത്തിയുടെ നന്മ കരുതി മാത്രമാണ്, ദളപതി പറഞ്ഞു. ദളപതി, താങ്കളും താങ്കളുടെ സഹോദരനും ഈ രാജ്യത്തിൻ്റെ 2 കണ്ണുകളാണ്. താങ്കളെ കടന്ന് സാക്ഷാൽ യമധർമ്മരാജനു പോലും കോട്ടയ്ക്കകത്ത് വരാൻ സാധിക്കില്ല എന്ന് ചക്രവർത്തി തന്നെ പറഞ്ഞത് ഞാൻ കേട്ടതല്ലേ. താങ്കളോട് ഞാൻ പറയാം. അതിൽ ആദിത്യ കരികാലൻ തൻ്റെ സഹോദരി ഇളയ തമ്പുരാട്ടി കുന്തവദേവിയെ ഏൽപ്പിക്കാനായി തന്ന ഒരു ഓലയും ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നാളെ ചക്രവർത്തി തരുന്ന മറുപടി നിനക്ക് ഉടനെ കൊണ്ടുകൊടുക്കാൻ സാധിക്കില്ല, അല്ലേ? ചെറിയ തമ്പുരാട്ടിക്ക് ഓല അടിയന്തിരമായി അയക്കാൻ എന്താണാവോ കാരണം? ദളപതി ചോദിച്ചു. ദളപതി, ഞാൻ വേറൊരാൾക്ക് അയച്ച ഓല വായിക്കാറില്ല. ആ ഓല താങ്കൾ കോട്ടയുടെ കാവലൻ എന്ന നിലയ്ക്ക് വായിച്ചാലും എനിക്ക് വിരോധമില്ല, അവൻ പറഞ്ഞു. പഴുവേറ്റരയർ നടന്നു.
പിന്നാലെ പോകാൻ തുടങ്ങിയ വന്ധ്യദേവനെ ദളപതി കാണിച്ച ഒരു അടയാളപ്രകാരം 2 വേൽക്കാർ തടഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ദളപതിയും അദ്ദേഹത്തിന്റെ പിന്നാലെ ഒരാൾ ഒരു താലത്തിൽ വന്ധ്യദേവന്റെ പഴയ വസ്ത്രങ്ങളുമായി വന്നു. ഓലയും തങ്ക നാണയങ്ങളും കച്ചയിൽ തന്നെ ഉണ്ടായിരുന്നു. അവൻ നാണയങ്ങൾ എണ്ണി നോക്കി. കുറച്ച് നാണയങ്ങൾ കൂടുതലുണ്ടായിരുന്നു. അരക്കച്ചയിൽ നിന്നും മുൻപേ വീണുപോയ ഓല എങ്ങനെ തിരികെ വന്നു? എന്തിനാണ് കൂടുതൽ നാണയം വെച്ചത്? തന്നെ പരിശോധിക്കാനാണ് ഇതെല്ലാം എന്ന് അവന് മനസ്സിലായി. എല്ലാം ശരിയാണോ? ദളപതി ചോദിച്ചു. അധികമുള്ള നാണയങ്ങൾ അവൻ താലത്തിൽ തിരികെ വെച്ചു. ദളപതി, ഞാൻ പുരാതനമായ വാണർ കുലത്തിൽ ജനിച്ചവനാണ്. വേറൊരാളുടെ മുതൽ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. ഇത്രയും പണം എൻ്റെ അല്ല. അവന്റെ പണവും ഓലയും അവൻ ഭദ്രമായി എടുത്തുവെച്ചു. തമ്പി, നിന്റെ സത്യസന്ധത എനിക്ക് മനസ്സിലായി. അധികമുള്ള തങ്കനാണയങ്ങൾ ഞാൻ എൻ്റെ വകയായി നിനക്ക് വഴിച്ചെലവിന് തരുന്നതാണ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ള നാണയങ്ങളും അവന് കൊടുത്തു. നീ ഇന്ന് പോകുമോ അതോ ഇന്നിവിടെ തങ്ങി എൻ്റെ ചേട്ടനെ കണ്ടിട്ട് നാളെയേ പോകുകയുള്ളൂ? ഇന്ന് തന്നെ പുറത്തുവിടില്ല എന്ന് നല്ലപോലെ അറിയുന്ന അവൻ പറഞ്ഞു. ഞാൻ ഇന്നിവിടെ താമസിച്ച് വലിയ അദ്ദേഹത്തെ കണ്ടിട്ട് നാളെ പോകാം. എനിക്ക് ഈ നഗരം ചുറ്റി കാണണമെന്ന അതിയായ ആഗ്രഹവുമുണ്ട്. അത് ദയവായി താങ്കൾ സാധിച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെയാവട്ടെ, എൻ്റെ 2 ആൾക്കാർ നിന്റെ കൂടെ വന്ന് എല്ലാം കാണിച്ചു തരും എന്ന് പറഞ്ഞ് 2 പേരെ വിളിച്ച് അവരോട് അദ്ദേഹം എന്തോ പറഞ്ഞു. എന്തായിരിക്കുമെന്ന് വന്ധ്യദേവന് ഊഹിക്കാൻ ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല.